നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തൃശൂർ പൂരം നടത്താനാകാത്ത സ്ഥിതിയുണ്ടാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് കുമാർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഘടകപൂരങ്ങൾക്ക് ആനകളെ നൽകാൻ കഴിയില്ലെന്നും രാജേഷ് പറഞ്ഞു. ഇന്ന് 300-ൽ താഴെ നാട്ടാനകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. തൃശൂർ പൂരം നല്ല രീതിയിൽ നടത്തുന്നതിന് 90 മുതൽ 100 ആനകൾ വരെ ആവശ്യമാണ്. എന്നാൽ അത്രയും ആനകൾ ലഭ്യമല്ല. കഴിഞ്ഞ തവണ ലഭിച്ച 80 ആനകളിൽ 18 എണ്ണം ചെരിഞ്ഞു. ഭാവിയിൽ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും ജി രാജേഷ് കുമാർ വ്യക്തമാക്കി. സാധാരണ നമുക്കൊരു നല്ല രീതിയിൽ തൃശൂർ പൂരം നടത്തണം, ഒരു 90 മുതൽ 100 നാട്ടാനകളെ ആവശ്യമാണ്. പക്ഷേ കുറച്ച് കൊല്ലങ്ങളായിട്ട് നമുക്ക് ഇത്രയും ആനകളെ കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഘടകപൂരങ്ങൾക്ക് നമുക്ക് എത്ര ആനകളെ കൊടുക്കാൻ പറ്റുന്നുള്ളതിന് ഉറപ്പില്ല. ഇതുവരെ ഗുരുവായൂർ ദേവസ്വം പോലും തീരുമാനിച്ചിട്ടില്ല എത്ര ആനയെ തരിക എന്ന് നമ്മളെ ഫൈനലൈസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആനകളുടെ ഇല്ലായ്മ ഇനിയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഉടനെ തന്നെ ഇടപെട്ട് നാട്ടാനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ 4-5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂരം നടക്കോ ഇല്ല എന്നുള്ള പോലും സംശയമാണ്. ഇത്തവണ പകൽപൂരത്തിന് കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവാണ് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുക. മുൻവർഷങ്ങളിൽ തിടമ്പേറ്റിയ ഗുരുവായൂർ നന്ദന് ഫിറ്റ്നസ് പ്രശ്നമുള്ളതിനാലാണ് തൃക്കടവൂർ ശിവരാജുവിനെ തിരഞ്ഞെടുത്തത്. നാട്ടാനകളിൽ ലക്ഷണമൊത്തതും വലുപ്പമുള്ളതുമായ കൊമ്പനാണ് തൃക്കടവൂർ ശിവരാജു. രാത്രി പാറമേക്കാവ് കാശിനാഥനും പിറ്റേ ദിവസം എറണാകുളം ശിവകുമാറും തിടമ്പേറ്റും. പാറമേക്കാവിന്റെ മറ്റ് പൂരൊരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ചമയത്തിൻ്റെയാണ്. ചമയത്തിൻ്റെ ഭൂരിഭാഗം പണികളും തീർന്നു കഴിഞ്ഞു. വെടിക്കെട്ടിൻ്റെ പണികൾ നന്നായി നടക്കുന്നു. ആനകളുടെ ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മേളം പഞ്ചവാദ്യത്തിൻ്റെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള പണികൾ. പിന്നെ നിങ്ങൾക്കറിയാം പന്തലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും അതിൻ്റെ ഫൈനൽ സ്റ്റേജസിലേക്ക് എത്തിത്തുടങ്ങി. പതിവ് പോലെ കിഴക്കൂട്ടനിയന്മാരാർ മേളത്തിൽ പ്രാമാണികത്വം വഹിക്കും. കുടമാറ്റത്തിലും വെടിക്കെട്ടിലുമൊക്കെ വിസ്മയങ്ങൾ കാത്തുവെച്ച് പാറമേക്കാവ് പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.